ഡിയർ ഫ്രണ്ട്സ്, ഓൺലൈൻ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്ലസ് ടു എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായ കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ഏതാനും ടോപ്പിക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അളവ് വെച്ച് നോക്കിയാലും എക്കണോമിക് തിയറികൾക്ക് മികച്ചൊരു ഫൗണ്ടേഷൻ നൽകുന്നു എന്ന വശം നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്. വളരെ ഡീപ്പർ ലെവൽ പഠിച്ചെടുക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണിത്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. സെക്കൻഡ് ഇയർ എക്കണോമിക്സിന്റെ സിലബസിൽ കഴിഞ്ഞ വർഷം ചില കൂട്ടിച്ചേർക്കലുകളും ചില പുനഃക്രമീകരണവും നടന്നിട്ടുണ്ട്. ചെറുതാണെങ്കിലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് കാരണം പല കുട്ടികളും പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അത്തരം കുട്ടികൾക്ക് ഇത്തരം ടോപ്പിക്കുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഈ ചാപ്റ്ററിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കിന് കീഴിൽ കാർഡിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷൻ മാർജിനൽ യൂട്ടിലിറ്റി എന്നിവ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഭാഗത്ത് IC കർവിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡിമാൻഡ് കർവ് IC കർവിൽ നിന്നും അല്ലെങ്കിൽ ബജറ്റ് ലൈനിൽ നിന്നും എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരണം വന്നിട്ടുണ്ട്. ഡിമാൻഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫൺ ഗുഡ്സ് ഇതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണെങ്കിലും അതൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു ടേബിൾ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് കർവ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ റീഅറേഞ്ച്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഇതാണ് അതിനകത്ത് നമ്മൾ അറിയാനുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റേതായ സന്ദർഭങ്ങളിൽ വീഡിയോകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആരാണ് കൺസ്യൂമർ? ഹു ഈസ് എ കൺസ്യൂമർ? Consumer is a person who purchases goods or services for personal use, not for sale. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്ന വ്യക്തിത്വമാണ്, ഇൻഡിവിജ്വലാണ്. പക്ഷെ അത് വിൽപ്പനയ്ക്ക് വേണ്ടിയല്ല. ഇത്തരം ആളുകളെ നമുക്ക് കൺസ്യൂമർ എന്ന് പറയാം. ഒരു കൺസ്യൂമർ നിരവധി സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യാൻ ഒരു കൺസ്യൂമർക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. എന്തായിരിക്കും അതിന് കാരണം? വൈ? അതിന് കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഒന്നാമതായിട്ട് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, കൺസ്യൂമറിൻ്റെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്. പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് ആർ സ്കേഴ്സ്. അത് പരിഹരിക്കാനുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. അതിനാൽ വാങ്ങുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഹി ഹാസ് ടു മേക്ക് എ ചോയ്സ്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. വാങ്ങുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നോർമൽ ലെവലിൽ ഒരു കൺസ്യൂമർ നിരവധി വസ്തുക്കൾ വാങ്ങാറുണ്ട്. ആ വസ്തുക്കളെല്ലാം അനാവരണം ചെയ്യാൻ നമുക്ക് ഈ ചാപ്റ്റർ പറ്റില്ല. നമ്മൾ ഇമാജിനറി ആയിട്ട് രണ്ട് വസ്തുക്കൾ എടുക്കുന്നു. ഒന്നാമത്തത് ഗുഡ് വൺ, രണ്ടാമത്തത് ഗുഡ് ടു. ഗുഡ് വൺ, ഗുഡ് ടു എന്നിങ്ങനെ രണ്ട് വസ്തുക്കളെ വെച്ചുകൊണ്ടാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ ചർച്ച പുരോഗമിക്കുന്നത്. എന്താണ് കൺസംഷൻ ബണ്ടിൽ? ഈ ടോപ്പിക് ഒന്ന് ചർച്ച ചെയ്യാം. നമ്മൾ കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ഉപഭോഗ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എനി കോമ്പിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ടു ഗുഡ്സ് ഈസ് കാൾഡ് എ കൺസംഷൻ ബണ്ടിൽ. Any combination of the amount of two good means good one and good two is called a consumption bundle. ഇപ്പം നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്താൽ ഈ XY എന്നീ രണ്ട് വസ്തുക്കൾ എടുക്കാം. ഗുഡ് വണ്ണിന് പകരം നമ്മൾ X എന്നെടുത്തു, ഗുഡ് ടുവിന് പകരം Y എന്നെടുത്തു. അപ്പോൾ എന്തായിരിക്കും കൺസംഷൻ ബണ്ടിൽ? XY എന്ന ബണ്ടിലായിരിക്കും കൺസംഷൻ ബണ്ടിൽ. നമ്മളിവിടെ റെഡ് കളറിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഒരു ഉദാഹരണം കൂടി നമുക്ക് പരിശോധിക്കാം, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 5 നോട്ട്ബുക്ക് വാങ്ങിക്കുന്നു, 10 പേനയും വാങ്ങിക്കുന്നു. ഈ 5 നോട്ട്ബുക്കും 10 പേനയും ഒരു കൺസംഷൻ ബണ്ടിലായിട്ട് കാണിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കാണിക്കുന്ന കൺസംഷൻ ബണ്ടിലാണ് 5, 10. ഇത് നമ്മൾ സൈഡിൽ ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും അളവാണ് കാണിക്കുന്നത്. ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും അളവാണ്. സോ ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ഈസ് കാൾഡ് കൺസംഷൻ ബണ്ടിൽ. ഇനി യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിനാണ് യൂട്ടിലിറ്റി എന്ന് പറയുക. എല്ലാ വസ്തുക്കൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിയണമെന്നില്ല. ഓരോ സമയത്തും ഓരോ വസ്തുക്കൾക്കാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. നമുക്ക് തൃപ്തി നൽകുന്ന വസ്തുക്കൾ വേറെയായിരിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ, വളരെ തണുപ്പ് ഏറിയ കാലാവസ്ഥയിലാണ് നാം ഉള്ളതെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ, നമുക്ക് ആവശ്യം അല്പം ചുടുവെള്ളമായിരിക്കും അധികം പേർക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്, യൂട്ടിലിറ്റി നൽകുന്നത് ചുടുവെള്ളമായിരിക്കും, ഹോട്ട് വാട്ടർ ആയിരിക്കും. നേരെ മറിച്ച് ഒരു സമ്മർ സീസണിലേക്ക് വരുമ്പോൾ, നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്, ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്നത് തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വ്യക്തികൾ തോറും സമയത്തിനനുസരിച്ച് മാറുന്ന ഒന്നാണ്, ചേഞ്ച് വരുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് കൺസെപ്റ്റ്, തികച്ചും മാനസികമായൊരു കൺസെപ്റ്റാണ്. അത് വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ഇമാജിനറി ആയിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിലേക്ക് നോക്കാം. ഇവിടെ ഒരു സാങ്കല്പിക കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം ഐസ്ക്രീമിനോടാണ്, കേക്കിനോടല്ല. കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഐസ്ക്രീമാണ്. അതായത് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്നത് ഐസ്ക്രീമാണ്, പക്ഷേ കേക്കല്ല. നേരെ മറിച്ച് നിങ്ങളിൽ പലർക്കും കൂടുതൽ സംതൃപ്തി നൽകുന്നത് കേക്കായിരിക്കും ഐസ്ക്രീമിനേക്കാൾ. അഥവാ യൂട്ടിലിറ്റി എന്ന കൺസെപ്റ്റ് വ്യക്തികൾ തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. യൂട്ടിലിറ്റി എങ്ങനെ അളന്നെടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന 2 രീതികളാണ്. ഒന്നാമത്തത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത് J.R. ഹിക്സ് ആണ്. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് ദ യൂട്ടിലിറ്റി wherein the satisfaction derived by the consumers from the consumption of a good or service can be measured numerically. ഒരു ഉൽപ്പന്നം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും, ന്യൂമറിക്കലായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ വിച്ച് എ കൺസ്യൂമർ ഡിറൈവ്സ് ഫ്രം ദ കൺസംഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് cannot be measured numerically. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വസ്തുവിൻ്റെ ഉപഭോഗത്തിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ന്യൂമറിക്കലായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല, അളന്നെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. 2 സമീപനങ്ങളാണ്. ഈ 2 സമീപനങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട സമീപനമാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമീപനമാണ് J.R. ഹിക്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാം. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. The utility that can be expressed in numbers, that can be measured in numbers. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന യൂട്ടിലിറ്റിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് 50 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടുന്നെന്ന് വിചാരിക്കുക. എന്നാൽ അതേസമയം നമുക്ക് ഓറഞ്ച് കഴിക്കുമ്പോൾ 40 യൂണിറ്റേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുക എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്പറിൽ എണ്ണി പറയാൻ പറ്റും. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റിയെ 2 ആയിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്നാമത്തത് ടോട്ടൽ യൂട്ടിലിറ്റി,
രണ്ടാമത്തത് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഇനി നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് പോകാം. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുരുക്കം TU. TU refers to the total satisfaction obtained from the consumption of all possible units of a commodity. ഒരു ഉൽപ്പന്നത്തിൻ്റെ എത്ര അളവ് നമ്മൾ ഉപയോഗിച്ചുവോ അത് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന മുഴുവൻ സംതൃപ്തിയെയും നമ്മൾ എന്ത് പറയാം? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇപ്പോൾ രാവിലെ നിങ്ങൾ ദോശ കഴിക്കുന്നു, അങ്ങനെ നിങ്ങൾ എത്ര ദോശ കഴിച്ചുവോ അത്രയും ദോശ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. TUN മീൻസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം n യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എക്സ്. എക്സ് എന്ന വസ്തുവിൻ്റെ n യൂണിറ്റുകൾ, എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു അത്ര യൂണിറ്റ്, അതാണ് n യൂണിറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അത്ര ഈ യൂണിറ്റുകൾ ഉപയോഗിച്ചു കിട്ടുന്ന സംതൃപ്തിയാണ് TUN എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്ത ഉദാഹരണം ദോശയാണ്. അപ്പോൾ എക്സ് എന്ന വസ്തുവിനെ ഒരു ദോശ കഴിച്ചത് കൊണ്ട്, 5 ദോശയാണെങ്കിൽ 5 യൂണിറ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ സംതൃപ്തിയാണ് ഇവിടുത്തെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പരിശോധിക്കാം. ഇതിനെ ചുരുക്കി നമ്മൾ MU എന്ന് പറയും. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. നമ്മൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ അധിക അളവ്, ഒരു ക്വാണ്ടിറ്റി കൂടി അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അധിക സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു ഉൽപ്പന്നത്തിൻ്റെ അഡീഷണൽ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ സംതൃപ്തി ഉണ്ടല്ലോ, അതിനാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് n ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി TUN മൈനസ് TUN മൈനസ് 1. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ TUN മൈനസ് 1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എന്താണ് TUN എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി യൂസ്ഡ്, അതാണ് TUN. TUN മൈനസ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ നിന്നും 1 യൂണിറ്റ് കുറച്ചെടുത്താണെന്ന് TUN മൈനസ് 1. അഥവാ അവസാനം നമ്മൾ യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ തൊട്ട് മുമ്പുള്ള ക്വാണ്ടിറ്റി. ഇതാണ് TUN മൈനസ് 1. ഇനി നമുക്കൊരു ഉദാഹരണത്തിലേക്ക് വരാം. നിങ്ങൾ 4 ഐസ്ക്രീം കഴിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 100 അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി 100. ഒന്നാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് 40 യൂട്ടിലിറ്റി കിട്ടിയത്, രണ്ടാമത്തെ കഴിച്ചപ്പോൾ 30, മൂന്നാമത്തെ കഴിച്ചപ്പോൾ 20, നാലാമത്തെ കഴിച്ചപ്പോൾ 10. പക്ഷേ എല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100. അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് വരാം. ഒന്നാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് 40 യൂട്ടിലിറ്റി കിട്ടിയത്, അവിടെ മാർജിനൽ യൂട്ടിലിറ്റി 40. കാരണം 1 യൂണിറ്റ് നിങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അധിക സംതൃപ്തി എന്ന് പറയുന്നത് 40. രണ്ടാമത്തെ കഴിച്ചപ്പോൾ 30, അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി 70. ഇത് രണ്ടും കൂടിയും കൂട്ടിയത്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാത്രം കഴിച്ചുകൊണ്ട്, രണ്ടാമത്തെ യൂണിറ്റ് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അധിക സംതൃപ്തിയാണ്, അത് 30. ഇനി മൂന്നാമത്തേതിലേക്ക് വരാം. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി 90, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 20. മാർജിനൽ യൂട്ടിലിറ്റി 20, ടോട്ടൽ യൂട്ടിലിറ്റി 90. കാരണം മൂന്നാമത്തെ ഐറ്റം മാത്രം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ, അതിനു വേണ്ടി മാത്രം കിട്ടിയ സംതൃപ്തിയാണ് 20. നാലാമത്തെ ഐറ്റം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സംതൃപ്തി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 10. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? 100. 4ൻ്റെയും കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി പറയുക. പക്ഷേ നാലാമത്തെ യൂണിറ്റ് മാത്രം കഴിച്ചപ്പോൾ കിട്ടിയ അധിക സംതൃപ്തി, അധിക യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും കാണിക്കുന്ന കർവിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഒരു ഷെഡ്യൂൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അതിന് 3 കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂംഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി കൺസ്യൂംഡ്, നമ്മൾ കൺസ്യൂം ചെയ്ത ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. മൂന്നാമത്തെ കോളത്തിൽ മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഒന്നാമത്തെ കോളത്തിലേക്ക് നോക്കാം. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. 1 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ 22 യൂണിറ്റ് നമ്മൾ 22 യൂണിറ്റാണ് ടോട്ടൽ യൂട്ടിലിറ്റി, 22 യൂണിറ്റ് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 42 ടോട്ടൽ യൂട്ടിലിറ്റി, 20 മാർജിനൽ യൂട്ടിലിറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിംഗ് ആണ്, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസിംഗ് ആണ്.
മൂന്നാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കാം. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി 58 മാർജിനൽ യൂട്ടിലിറ്റി 16. നാലാമത്തിലേക്ക് പോകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 70, മാർജിനൽ യൂട്ടിലിറ്റി 12. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ നമ്മുടെ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച്, കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യും. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് വരാം. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ് കൂടുന്തോറും, ക്വാണ്ടിറ്റി കൂടുന്തോറും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത് 0 ആകാം, പിന്നീട് അത് മൈനസ് ആവാം. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇനി മാർജിനൽ യൂട്ടിലിറ്റി കണ്ടെത്തുക? ഒരു ടേബിളിൽ ടോട്ടൽ യൂട്ടിലിറ്റി തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്തും? സാധാരണ നേരത്തെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നിരീക്ഷണത്തിലൂടെയും ഇത് കണ്ടെത്താൻ കഴിയും. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും സെയിം ആയിരിക്കും. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരാം. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി 42, എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടോട്ടൽ യൂട്ടിലിറ്റി 22. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർജിനൽ യൂട്ടിലിറ്റി കാണണമെങ്കിൽ അതിലെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്നും തൊട്ട് മുമ്പത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴുള്ള ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ 22 കിഴിച്ചെടുക്കണം, കുറച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തീർച്ചയായും മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. അതാണ് 20 എന്ന് പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയത് 58. അപ്പോൾ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കാണണമെങ്കിൽ അതിൽ നിന്നും തൊട്ട് മുമ്പത്തെ ടോട്ടൽ യൂട്ടിലിറ്റി കുറക്കണം. സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയ ആൻസർ 16. ഇനി നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി 70. പക്ഷെ അതിൽ നിന്നും തൊട്ട് മുമ്പത്തെ ടോട്ടൽ യൂട്ടിലിറ്റി ആയ 58 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടി, അത് 12. ഇങ്ങനെ നമുക്ക് തൊട്ട് മുകളിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റിയെ കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടെത്താൻ പറ്റും. ഇതിനാണ് മാർജിനൽ യൂട്ടിലിറ്റി കാണുന്ന രീതി എന്ന് പറയുന്നത്. നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് നേരിട്ട് ഒരു നിരീക്ഷണത്തിലൂടെ ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എങ്ങനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാം? അതിനു വേണ്ടിയിട്ട് എക്സ് അക്ഷത്തിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ കോളം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം എക്സ് അക്ഷത്തിലേക്ക്. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും വൈ അക്ഷത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ സൗകര്യത്തിനായിട്ട് ടോട്ടൽ യൂട്ടിലിറ്റി രേഖപ്പെടുത്തുന്നത് റെഡ് കളറിലും മാർജിനൽ യൂട്ടിലിറ്റി രേഖപ്പെടുത്തുന്നത് ബ്ലൂ കളറിലുമാണ്. ഇനി നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 22, മാർജിനൽ യൂട്ടിലിറ്റി 22. ഇത് രണ്ടും ഒന്നാമത്തെ യൂണിറ്റിന് നേരെ, അതേസമയം 22 കറസ്പോണ്ടിങ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും രേഖപ്പെടുത്തുന്നു. 22 നേരെ പ്ലോട്ട് ചെയ്യുന്നു. ഇനി അടുത്ത യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 42, ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മാർജിനൽ യൂട്ടിലിറ്റി 20, അത് ബ്ലൂ കളറിൽ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും അതാത് ഫിഗറിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുന്നു. അത് പ്ലോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട്, ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കർവ് വരയ്ക്കുന്നു. ഈ കർവാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്, മാർജിനൽ യൂട്ടിലിറ്റി കർവ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിടത്ത് ഈ കർവിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു, പിന്നീട് കുറയുന്നു. എന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അത് 0 ആകാം, പിന്നീട് മൈനസ് ആവാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ കൺസംഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച്, അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മോഡിറ്റിയുടെ എണ്ണം, ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. നമ്മൾ അധികമായിട്ട് ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. ഈ സാഹചര്യത്തെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിംഗ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസംഷൻ ഇൻക്രീസസ് വൈൽ കീപ്പിംഗ് കൺസംഷൻ ഓഫ് അതർ കമ്മോഡിറ്റീസ് കോൺസ്റ്റന്റ്. പ്രധാനമായും ഈ നിയമം പറയുന്ന കാര്യം എത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിനും, ഓരോ യൂണിറ്റ് കമ്മോഡിറ്റിക്കനുസരിച്ച്
മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് അധിക കമ്മോഡിറ്റിക്കും അനുസരിച്ച് അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, മറ്റുള്ള വസ്തുക്കളുടെ കൺസംഷൻ മാറ്റമില്ലാതെ നിലനിർത്തുകയും വേണം. അതിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ ഈ നിയമം നിലനിൽക്കുകയുള്ളൂ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.